بسم الله الرحمن الرحيم. Who is the Lover? Allah. Who is the Rahman? Allah. Who is the Mannan? La ilaha illallah. Muhammadur Rasulullah. Muhammad is the messenger. Allah is the Rifat. La ilaha illallah. Muhammadur Rasulullah. Muhammad is the messenger. Allah is the Rifat. La ilaha illallah. Muhammadur Rasulullah. La ilaha illallah. Muhammadur Rasulullah. Allahu Akbar, 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 Allahu Akbar. All praise is due to the one and only. He is the master of all creation. All praise is due to the one and only. He is the master of all creation. He's the sustainer and the maintainer of the whole universe. La ilaha illallah. Muhammadur Rasulullah. Muhammad is the messenger. Allah is the Rifat. La ilaha illallah. Muhammadur Rasulullah. Muhammad is the messenger. Allah is the Rifat. La ilaha illallah. Muhammadur Rasulullah. La ilaha illallah. Muhammadur الحمد لله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. الصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. يا سيد الأبرار حبك في دمي نهر على نحو الصبابة جاري. لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. ओ के जो दो करम है शहेबत हा तेरा नहीं सुनता ही नहीं मांगने वाला तेरा. अपने दर पे बुला लीजिए या नबी या नबी या नबी. अपने दर पे बुला लीजिए या नबी या नबी या नबी. अपने दर पे बुला लीजिए अपने बंदे बना लीजिए या नबी या नबी या नबी.
അമ്മാ ബഅദ്. സ്റ്റേജിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സർവാദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഇസ്ലാമിക വൈജ്ഞാനിക വേദിയിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും പരലോകമോക്ഷത്തിന് നിദാനമാക്കി തരികയും ചെയ്യുമാറാകട്ടെ. ആമീൻ. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ വിരുദ്ധമായ ദിശയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുതിയ ലോകത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികതയുടെയും മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുൻഗാമികളായ ആളുകൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന സാങ്കേതിക ഉന്നമനങ്ങളാണ് നാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിന്റെ കെടുതിയിൽ കിടക്കുമ്പോഴും പ്രതിസന്ധിയുടെ നടുവിൽ കിടക്കുമ്പോഴും എല്ലാ രാജ്യങ്ങളും കൂടുതൽ ശ്രദ്ധിക്കുന്നത് സാങ്കേതിക വികാസത്തിനു വേണ്ടിയാണ്. ഇന്നലെയും ഇറാനിൽ നിന്നും പ്രത്യേക ഉപഗ്രഹ വിക്ഷേപണം കഴിഞ്ഞത് ഇന്ന് നാം പത്രത്തിൽ വായിച്ചു. നമ്മുടെ രാജ്യം മറ്റെല്ലാ രാഷ്ട്രങ്ങളെക്കാളും സാങ്കേതികമായ ഉന്നമനങ്ങളെ കൈകാര്യം ചെയ്യാൻ എന്തിനേറെ വികസിത രാജ്യങ്ങളുടെ പേടകങ്ങളെ ബഹിരാകാശത്ത് എത്തിക്കാൻ നമ്മുടെ രാജ്യത്തെ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകം കൈപ്പിടിയിൽ ഒതുക്കാൻ മാത്രമുള്ള ശാസ്ത്രീയമായ ഗതിമാറ്റങ്ങൾക്ക് നാം എല്ലാവരും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, ഒരു സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന് പോയിട്ട് അതീവ ബുദ്ധിയുള്ള മനുഷ്യന് പോലും 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ഇമാജിൻ ചെയ്യാനും സങ്കല്പിക്കാനും കഴിയുന്നതിനപ്പുറം ഇന്നത്തെ ലോകം വളർന്നിരിക്കുന്നു. ഒരു ഭാഗത്ത് ഇത്തരം പുരോഗമനങ്ങളുടെ പട്ടികയാണ് നമുക്ക് എണ്ണിപ്പറയാനുള്ളത്. മറുഭാഗത്ത് ധാർമ്മികമായ അരാജകത്വത്തിന്റെ നടുവിലാണ് നമ്മുടെ സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ കേൾക്കാതിരുന്ന സാങ്കേതിക വിദ്യകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഇന്നലെ വരെ സങ്കല്പിക്കാതിരുന്ന അധാർമിക പ്രവണതയ്ക്ക് പുതിയ തലമുറ വഴിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, എല്ലാ ഗവേഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും പര്യവേക്ഷണങ്ങളുടെയും ഒരു ഭാഗത്തെ പരിണിതി ധാർമ്മികമായ ഈ സമുദായത്തെ മുഴുവനും അധപ്പതിപ്പിക്കുവാനാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിന്റെ ഗഹനമായ തലങ്ങളിലേക്ക് കടക്കുകയല്ല. ഒരു ഭാഗത്ത് ശാസ്ത്രം കുതിച്ചുയരുകയും മറുഭാഗത്ത് ധർമ്മം തകർന്നു വീഴുകയും ചെയ്യുമ്പോൾ, ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ നിന്നുകൊണ്ട് പുതിയ യുഗത്തെ അഭിമുഖീകരിക്കുവാൻ പരിശുദ്ധമായ ഇസ്ലാം പ്രാപ്തമാണോ എന്ന അന്വേഷണമാണ് ലളിതമായും ഇവിടെ നടക്കേണ്ടത്. ആധുനികതയുടെ മിടിപ്പുകളെ ഏറ്റെടുക്കാനും
ധാർമ്മികതയുടെ കിതപ്പിനെ പരിഹരിക്കാനും പൊതുസമൂഹത്തെ വഴി നടത്താനും പരിപക്വമായ ഒരു ആദർശ കർമ്മ സംഹിതയാണോ ഇസ്ലാം എന്ന് അന്വേഷിക്കുവാനുള്ള അവസരമാണിത്. അതിന്റെ ഗഹനമായ തലങ്ങളിലേക്ക് കടക്കാൻ ഇത്തരം ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം മതിയാകുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഏതായാലും നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന 2009 ദ ഇയർ ഓഫ് ആസ്ട്രോണമി എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബഹിരാകാശ പഠനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും ആഘോഷങ്ങൾ ഏർപ്പെടുത്തുകയും അനുബന്ധമായി പുതിയ മേഖലകൾ കണ്ടെടുക്കുകയുമാണ് ദ ഇയർ ഓഫ് ആസ്ട്രോണമി പ്രഖ്യാപിച്ചുകൊണ്ട് ലോക ശാസ്ത്രമണ്ഡലം രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം നടപടികളെ അഭിമുഖീകരിക്കുവാൻ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച് പരിപൂർത്തീകരിച്ച പരിശുദ്ധമായ ഇസ്ലാം പ്രാപ്തമാണോ പരിപക്വമാണോ എന്ന് അന്വേഷിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗതയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നത് 2 ശാസ്ത്രശാഖകളാണ്. ഒന്ന് ബയോടെക്നോളജിയും മറ്റൊന്ന് ഇൻഫർമേഷൻ ടെക്നോളജിയുമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വികാസം നടന്നുകൊണ്ടിരിക്കുന്ന ഈ 2 ശാസ്ത്രശാഖകളെയും വിശിഷ്യ കണികാ സിദ്ധാന്തത്തിന്റെ 1-ാം നൂറ്റാണ്ട് കഴിഞ്ഞ പുതിയ ലോകം ശാസ്ത്രീയമായ പുതിയ കാൽവെപ്പിന് വേണ്ടി തയ്യാറാകുമ്പോ മദീനയിലെ ഈത്തപ്പന ഓലയിൽ കിടന്നുറങ്ങിയിരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ സമുദായം മുഴുവനും യസ്അലൂനക അനിൽ അഹില്ലതി ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്, അല്ലയോ പ്രവാചക പ്രഭു, അവിടുത്തെയോട് ആളുകൾ വന്ന് ചോദിക്കും, ചന്ദ്രനെക്കുറിച്ചും ചന്ദ്രപ്പിറവിയെക്കുറിച്ചും ചോദിക്കുമ്പോ അവിടുന്ന് ജനങ്ങൾക്ക് സമയം മനസ്സിലാക്കി ആരാധനാകർമ്മങ്ങളും വ്രതാനുഷ്ഠാനങ്ങളും നടത്താനുള്ളതാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ കൽപ്പന കൊടുത്ത മാനത്തെ അമ്പിളിയിലേക്ക് ആധുനിക മനുഷ്യൻ കാലുവെക്കാൻ പോവുകയാണ്. അപ്പോൾ ഈത്തപ്പന ഓലകളിൽ കിടന്നുറങ്ങിയിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തെ മേച്ചിരുന്ന അറബ് ജനകൂട്ടം അവരുടെ എല്ലാവരുടെയും മുമ്പിൽ സമർപ്പിക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആനും വിശുദ്ധമായ ഇസ്ലാമും ആദരണീയരായ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ പുതിയ യുഗത്തിന്റെ മിടിപ്പുകളെ സ്വീകരിക്കാനും തുടിപ്പുകളെ ഉൾക്കൊള്ളാനും കിതപ്പിനെ പരിഹരിക്കാനും പരിപക്വമാണോ എന്ന ലളിതമായ അന്വേഷണം ഖുർആനിലെ ഒരു വചനത്തിലേക്കാണ് നമ്മെ എത്തിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ വേഗതയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന 2 ശാസ്ത്രശാഖകളെയും ഖുർആൻ ഒരേ ആയത്തിൽ ക്രമീകരിക്കുന്നത് കാണാം. ഏത് ശാസ്ത്രീയ മാഗസിനുകൾ എടുത്താലും സയൻസ് ഡൈജസ്റ്റുകൾ പരിശോധിച്ചാലും ശാസ്ത്രീയ പാഠപുസ്തകങ്ങളുടെ ആമുഖം എഴുതിയാലും ഇന്നുള്ള ആളുകൾക്ക് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ വേഗതയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന 2 ശാസ്ത്രശാഖകൾ, ഒന്ന് ബയോടെക്നോളജിയാണ്, മറ്റൊന്ന് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. ജൈവശാസ്ത്രപരമായ പുരോഗമനങ്ങളും ഉപരിലോകത്തുള്ള നിരീക്ഷണങ്ങളും ഒരുപാട് ശക്തിയോടെ മുന്നോട്ട് പോകുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആധികാരികമായി ലോകത്തോട് വിളിച്ചു പറയുന്നു, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്. നിങ്ങൾക്ക് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു തരും. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്, ഉപരിലോക മണ്ഡലങ്ങളിൽ ഒരുപാട് നിരീക്ഷണ പര്യവേക്ഷണങ്ങൾക്ക് വകുപ്പുണ്ടെന്ന് സൂചിപ്പിക്കുകയാണ് ഖുർആൻ. രണ്ടാമതായി പറയുന്നു വഫീ അൻഫുസിഹിം, മാനവിക ലോകത്തിന്റെ ശാരീരികമായ പഠനങ്ങളും ജൈവശാസ്ത്രപരമായ ഗവേഷണങ്ങളും
ലോകം മുന്നോട്ട് പോകുമ്പോൾ അവിടെയെല്ലാം ഒരുപാട് അധ്യായങ്ങൾ തുറക്കപ്പെടുകയാണ്. ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് ഫോട്ടോ നാസ പകർത്തിക്കൊണ്ടിരിക്കുകയും ശ്രീഹരിക്കോട്ടയിൽ വന്നടിഞ്ഞുകൂടുകയും ചെയ്യുമ്പോ മനുഷ്യന്റെ കോശത്തെയും മാറ്റത്തെയും കുറിച്ച് പഠിക്കാനും അതിന്റെ ഉള്ളിൽ ഉള്ള ജൈവമായ രേഖകളെ വായിച്ചെടുക്കാനും പുതിയ ശാസ്ത്ര മുന്നേറ്റങ്ങൾ കടന്നു വരുമ്പോ ഖുർആൻ രണ്ടിനെയും ഒരേ ദശയിൽ തന്നെ ക്രമീകരിക്കുന്നു. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന അന്നഹുൽ ഹഖ്. അല്ലാഹുവിന്റെ മഹത്വത്തെയും അവന്റെ യാഥാർത്ഥ്യത്തെയും ലോകത്തിന്റെ മുമ്പിൽ ഒരുപാട് തവണ പ്രഖ്യാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗോളതലത്തിലുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ വേദിയൊരുക്കുമെന്ന് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ലോകൈക ഗുരുവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ച് ലോകത്തോട് പഠിപ്പിച്ചു തരുമ്പോൾ ശാസ്ത്രീയമായ മുന്നേറ്റങ്ങളുടെ നടുവിൽ പിടിച്ചു നിൽക്കാൻ കരുത്തുള്ള ഏകമതമാണ് ഇസ്ലാം. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒരുപാട് കടക്കേണ്ടതുണ്ട്. ഇത്തരം ഒരു ആത്മീയ സദസ്സിന് അതിന്റെ എല്ലാ ഗൗരവങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ പരീക്ഷണങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ പരിശുദ്ധമായ സാന്നിധ്യത്തിന്റെയും അള്ളാഹുവിന്റെ അസ്തിത്വത്തിന്റെയും അടയാളങ്ങളാണ് ലോകത്തോട് പഠിപ്പിച്ചു തരിക എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുമ്പോ 2 ആഴ്ച മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ട കലാകൗമുദിയിൽ താണുപിള്ള എന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ ആസ്ട്രോണമിക്കൽ എസ്സൈസുകൾ സബ്മിറ്റ് ചെയ്യുകയും അവാർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്ത ശാസ്ത്രകാരൻ എഴുതി വെക്കുന്നു, ലോകത്തെക്കുറിച്ച് മനുഷ്യൻ ഇന്നേ വരെ പഠിച്ചത് 30%. അതവരുടെ വാദമാണ്. 30% ഇന്നേ വരെ ലോകത്തെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഗാലക്സിയെ കുറിച്ച് മനുഷ്യൻ പഠിച്ചത്. ആ പഠിച്ച 30%ന്റെ 24% ബ്ലാക്ക് ഹോൾസുകളാണ്. അഥവാ പഠനത്തിന് പ്രവേശനമില്ലാത്ത വിധം പഠിച്ചു എന്ന് അവകാശപ്പെടുന്നതാണ്. അങ്ങനെ 70% നമ്മൾ കടന്നു നോക്കിയിട്ടില്ല. കടന്നു നോക്കി എന്ന് അവകാശപ്പെടുന്ന 30%ത്തിൽ 24% നമ്മുടെ ലാബുകളിൽ പരീക്ഷണം നടത്താൻ പറ്റുന്നതല്ല. അങ്ങനെ നോക്കിയാൽ ലോകത്തിന്റെ 6% പഠിക്കാൻ മനുഷ്യൻ ആരംഭിച്ചിട്ടുള്ളൂ എന്ന് വിളിച്ചു പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവിക ലോകത്തോട് പറയുന്നു, ഇനിയും നിങ്ങൾ അല്പം കാതം കൂടി മുന്നോട്ട് പോയാൽ സനുരീഹിം ആയാതിനാ, നിങ്ങൾ ചന്ദ്രനിലേക്ക് ഒരുപക്ഷേ ഗവേഷണം നടത്തിയേക്കാം. ഇസ്ലാമിന്റെ ദർശനങ്ങളെ വെച്ച് പ്രാഥമിക വായന നടത്തുമ്പോൾ അവിടെ ജൈവശകലങ്ങളെ കണ്ടെടുത്താലും ഇതുപോലെയുള്ള മനുഷ്യരെ കണ്ടെടുക്കാൻ സാധ്യതയില്ല. ചൊവ്വയിലേക്ക് മനുഷ്യൻ കടന്നുപോയാലും അവിടെ ഇതുപോലെയുള്ള മനുഷ്യരെ കണ്ടെത്താൻ സാധ്യമല്ല. അതോടൊപ്പം തന്നെ ഖുർആൻ ലോകത്തോട് പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും ചന്ദ്രനെ കുറിച്ച് ഒരുപാട് വാചാലമാകുമ്പോ വശംസി വളുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ, നിങ്ങൾക്ക് ഇത്ര സിമ്പിളായി ചന്ദ്രനിലേക്ക് കടന്നു പോകാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നു? എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഗവേഷണ പരീക്ഷണങ്ങൾ സൂര്യനിലേക്ക് മാറ്റാൻ കഴിയുന്നില്ല? ചന്ദ്രനിൽ മാത്രം ഇത്തരമുള്ള ഗവേഷണങ്ങൾ പരിമിതപ്പെടുത്താൻ എന്തുകൊണ്ട് ശാസ്ത്രത്തിന് തയ്യാറാകേണ്ടി വരുന്നു? അതിനാണ് ഖുർആൻ അവിടുന്ന് പറയുന്നത്, ചന്ദ്രൻ സ്വന്തമായി പ്രകാശിക്കുകയല്ല, والشمس وضحاها والقمر إذا تلاها, അവിടുന്ന് ചന്ദ്രൻ സൂര്യന്റെ പ്രകാശത്തെ പകർന്നെടുത്തുകൊണ്ടാണ് പ്രകാശം തരുന്നത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ലോകത്ത് നടക്കുന്ന പുതിയ അന്വേഷണ മണ്ഡലങ്ങളെ മുഴുവനും സ്വാംശീകരിക്കാനും പരിഹാരത്തിന്റെ പരവതാനി വിരിക്കാനും പരിശുദ്ധമായ ഇസ്ലാമിന് കഴിയുന്നുണ്ട്.
ഇനി എന്തൊക്കെ കണ്ടെത്തലുകൾ ഇവിടെ ലോകത്ത് വന്നാലും അതിനോടൊക്കെ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് കാലങ്ങൾക്ക് മുമ്പ് അഗ്രേസരന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇസ്ലാം ആധുനിക യുഗത്തോട് മത്സരിക്കാൻ പ്രാപ്തമാണ്. ഞാൻ ഈ ആമുഖം ഇവിടെ ചുരുക്കുകയാണ്. എന്നാൽ ആധുനികമായ സാമൂഹിക പരിപ്രേക്ഷ്യങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ധാർമ്മികമായ അപജയത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇസ്ലാമിന് കഴിയുന്നുണ്ടോ? ഇസ്ലാം കമ്മ്യൂണിസത്തെ പോലെ ഒരു വരട്ട് തത്വശാസ്ത്രമല്ല. ഇസ്ലാം ഇവിടെയുള്ള പരിഷ്കരണവാദികളെ പോലെ ഒരു ഉണങ്ങിയ സിദ്ധാന്തമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജീവത്തായ മതമാണ്. ഇസ്ലാമിന്റെ നോട്ടം എവിടെയാണ്? മനുഷ്യന്റെ കേവലമായ ബോഡിയിലേക്കല്ല, കർമ്മത്തിലേക്കല്ല. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയുടെ ആമുഖത്തിൽ വിശ്വാസപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് ടൈറ്റിലുകൾ കൊണ്ടുവരുന്നത് അൽ മഹബ്ബത്തു മിനൽ ഈമാൻ എന്ന പ്രമേയത്തിലേക്കാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കിതാബുൽ ഈമാൻ കൈകാര്യം ചെയ്യുമ്പോ അവിടെ കൊണ്ടുവരുന്നത് അൻസ്വാറുകളെ പ്രേമിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. സ്വഹാബികളെ പ്രേമിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. അല്ലാഹുവിനോടുള്ള സ്നേഹം ഈമാനിന്റെ ഭാഗമാണ്. അവിടുന്ന് മഹബ്ബത്തിന്റെ രുചി അറിഞ്ഞവനാണ്, ഈമാനിന്റെ മധുരം അറിഞ്ഞവൻ തുടങ്ങിയുള്ള ആശയങ്ങളോടെയുള്ള തലക്കെട്ടുകളാണ് സഹീഹുൽ ബുഖാരിയുടെ ആദ്യ ഭാഗങ്ങൾ മുഴുവനും കവർന്നെടുത്തിട്ടുള്ളത്. എന്താണ് കാരണമെന്നറിയുമോ? കേവലം ശാരീരികമോ ഭൗതികമോ ആയ തലത്തിലേക്കല്ല ഇസ്ലാം നോക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറയുന്നു, സലാസും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 ഗുണങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അവൻ ഈമാനിന്റെ മധുരം അറിഞ്ഞവനാണ്. ഒന്നാമത്തതോ അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഒരാളുടെ അനുരാഗത്തിന്റെയും ആത്മബന്ധത്തിന്റെയും പ്രേമത്തിന്റെയും ആന്തരികമായ വികാരങ്ങൾ മുഴുവനും അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും ബന്ധപ്പെട്ടാൽ ലോകത്തുള്ള എല്ലാ ബന്ധുക്കളെക്കാളും ബന്ധങ്ങളെക്കാളും പരിസരങ്ങളെക്കാളും അല്ലാഹുവിനെയും റസൂലിനെയും ഒരാൾ പ്രേമിച്ചാൽ അവൻ ഈമാനിന്റെ മധുരം രുചിക്കുന്നവനാണ്. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നു, ഒരാൾ മറ്റൊരാളെ പ്രേമിക്കുന്നതിന്റെ മാനദണ്ഡം, ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നതിന്റെ മാനദണ്ഡം അല്ലാഹുവിന് വേണ്ടിയായാൽ അവൻ ഈമാനിന്റെ രുചി അറിഞ്ഞവനാണ്. മൂന്നാമതോ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധത്തിൽ നിന്ന് രക്ഷിച്ച് ഹിദായത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവൻ ആ ഹിദായത്തിൽ നിന്ന് മടങ്ങിപ്പോവുക എന്നത് നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിനേക്കാൾ വേദനാജനകമായി ദർശിക്കാൻ കഴിഞ്ഞാൽ എന്നെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും പ്രശ്നമല്ല, അതിനേക്കാൾ ഗുരുതരമാണ് ഹിദായത്തിൽ നിന്ന് തെറിച്ചു പോവുക എന്ന ചിന്തയിലേക്ക് ഒരാളെത്തിയാൽ വജദ ഹലാവത്തൽ ഈമാൻ, അവൻ ഈമാനിന്റെ മധുരമറിഞ്ഞവനാണ്. അല്ലാഹുവിനോടുള്ള വിശ്വാസത്തിന്റെ അടിത്തറയെ മുഴുവനും മഹബ്ബത്തിനോട് ബന്ധപ്പെടുത്തുന്നു. ഇന്ന് സൈദ്ധാന്തികമായ ചർച്ചകൾക്ക് പ്രാധാന്യമുള്ള ലോകമാണ്. ഇന്ന് കേവലമായ സിദ്ധാന്തങ്ങൾക്ക് വേണ്ടി വേദിയൊരുക്കപ്പെടുന്ന കാലം. എവിടെയും പ്ലാസ്റ്റിക് ജീവിതത്തിന്റെ സ്വഭാവങ്ങൾ മൂല്യങ്ങളെയും ബന്ധങ്ങളെയും തമസ്കരിക്കുകയും പരിഷ്കാരങ്ങളെയും ജാടകളെയും സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുമ്പോ ഇസ്ലാം ലോകത്തോട് വിളിച്ചു പറയുന്നതോ കേവലമായ ഒരു താത്വിക ദർശനമല്ല, കേവലമായ ഒരു ദാർശനിക ചിന്തയല്ല,
കമ്മ്യൂണിസത്തെ പോലെ ഒരു വരട്ട് തത്വശാസ്ത്രമല്ല, ഷാവോയിസത്തെ പോലെ ഒരു ഉണങ്ങിയ ദർശനമല്ല, ഷിൻഡോയിസത്തെ പോലെ ഒരു വരണ്ട വീക്ഷണമല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാം ലോകത്തോട് പറഞ്ഞു തരുന്നതോ നിന്റെ ഹൃദയത്തിന്റെ ധമനിയോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന അനുരാഗത്തിന്റെ അലമാലയാണ് പഠിപ്പിച്ചു തരുന്നത്. അതിന്റെ ഒന്നാമത്തെ ഗുരുവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നു, ലൗ കുന്തു മുത്തഖിദൻ ഖലീലാ ലത്തഖൽതു അബാ ബക്കറിൻ ഖലീലാ. ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു ആത്മമിത്രത്തെ സ്വീകരിക്കുകയാണെങ്കിൽ അത് അബൂബക്കറിനെയായിരുന്നു ഞാൻ സ്വീകരിക്കുക. എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്കും ഇടപെടാൻ പറ്റാത്ത അത്രയും വലിയ പ്രേമത്തിന്റെ തലത്തിലേക്ക് ഒരാളെ ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ അത് അബൂബക്കറിന് സിദ്ദീഖാകുമായിരുന്നു. പക്ഷേ വലാകിൻ സാഹിബുക്കും ഖലീലുള്ളാഹ് അന ഖലീലുള്ളാഹ് വല്ലാഹു ഖലീലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. പക്ഷേ എനിക്ക് എന്തുകൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ എന്ന അനുയായിയോട്, ആത്മമിത്രത്തോട് ഏറ്റവും വലിയ ഹൃദയവികാരം പങ്കുവെക്കാൻ കഴിയാതെ പോയത്? ഞാൻ ഏറ്റവും കൂടുതൽ പ്രേമിക്കുന്നത് അള്ളാഹുവിനെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനോടുള്ള ആത്മീയ ബന്ധത്തിന്റെ തലത്തിലേക്ക് മറ്റൊരാളെയും കൊണ്ടുപോകാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെയുടെ അനുരാഗം നമ്മളോട് പങ്കുവെക്കുമ്പോൾ ഇസ്ലാം കടന്നു വരുന്നത് എവിടെയാണ്? ഭൗതികമായ സിദ്ധാന്തങ്ങളുടെ നടുവിലല്ല. അതുതന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. ബിംബങ്ങളുടെ സാന്നിധ്യത്തിലല്ല, പ്രതിമകളുടെ സാരഥ്യത്തിലല്ല, ചിത്രത്തിന്റെ സാന്നിധ്യത്തിലല്ല, ചിത്രീകരണത്തിന്റെ സാന്നിധ്യത്തിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ നടുവിൽ നിലകൊള്ളുന്നത്. ലോകത്തൊരു തെരുവിലും റസൂലുള്ളാഹിന്റെ പ്രതിമയില്ല. ലോകത്തൊരു ടൗണിലും നബി തങ്ങളുടെ പ്രതിച്ഛായയില്ല. ലോകത്തൊരു ഫയലിലും റസൂലുള്ളാഹിന്റെ ഫോട്ടോ ഇല്ല. അവിടുത്തെ പ്രതിമകളോ പ്രതിച്ഛായകളോ അവിടുന്ന് നിലനിർത്തിയിട്ടില്ല. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഅനല്ലാഹുൽ മുസവ്വിരീൻ, പ്രതിമയുണ്ടാക്കുന്നവരോട് ശാപം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികളോട് പറയുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഇമാം ബുഖാരി തങ്ങൾ നിരവധി ശൈലിയിലുള്ള നിവേദനങ്ങളോട് ലോകത്തോട് പഠിപ്പിക്കുകയാണ്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിങ്ങൾ പ്രതിമയുണ്ടാക്കാൻ പാടില്ല, ഫോട്ടോ വരയ്ക്കാൻ പാടില്ല, ജീവികൾക്ക് രൂപം കൊടുക്കാൻ പാടില്ല എന്ന് ശക്തമായ ഭാഷയിൽ ലോകത്തോട് പറഞ്ഞിട്ട് അള്ളാന്റെ ഹബീബ് പറയുന്നു, നിങ്ങൾ എന്നെ കുടിയിരുത്തേണ്ടത് തെരുവിലല്ല, പാഠപുസ്തകങ്ങളിലല്ല, പട്ടണങ്ങളിലല്ല, പരവതാനികളിലല്ല. നിങ്ങൾ എന്നെ കുടിയിരുത്തേണ്ടത് എവിടെയാണ്? വദിൽ ചമക് തീരഹി വജൽ ജലക് തീരഹി. എന്റെ ഹൃദയം പ്രശോഭിതമാണ്, പ്രഭാവിതമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ലോകത്തിന്റെ നേതാവ് ആക്കായെ നാംദാർ താജ്ദാറെ മദീന സർവറെ ആലം മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടിയിരുത്തണമെന്ന് വിളിച്ചു പറയുമ്പോൾ ആധുനിക ലോകത്തിന് നഷ്ടപ്പെട്ടു പോയത് സിദ്ധാന്തങ്ങളല്ല, ചമൽക്കാരങ്ങളല്ല, പരവതാനികളല്ല. പുതിയ ലോകത്തിന് നഷ്ടമായി പോയത് ഹൃദയത്തിന്റെ ഭാഷയാണ്, അനുരാഗത്തിന്റെ അലയൊലികളാണ്, ആത്മബന്ധത്തിന്റെ ആത്മാർത്ഥതകളാണ്. അവിടെയാണ് മദീനയിൽ നിന്നുകൊണ്ട് വിളിക്കുന്നു, സാറാ പാച്ചമനെ ദിയാറേ മദീന ദവാമാശന ഹേ ബഹാറേ മദീന. അടിമുടി പ്രശോഭിതമാണ് മദീന. കാരണം ആ മദീനയിൽ കിടക്കുന്നത് ലോകത്തിന്റെ മുഴുവനും ദ മൈക്രോ കോസ്മോ ഓഫ് ദി യൂണിവേഴ്സ് ആണ് അവിടെ കിടക്കുന്നത്. Smallness of means and greatness of purpose, an astounding result. ലളിതമായ മാർഗത്തിലൂടെ പ്രൗഢമായ ലക്ഷ്യത്തെ അതിഗംഭീരമായി സാധിച്ചെടുത്ത ലോക വിപ്ലവങ്ങളുടെ തല്ലജങ്ങൾ തീർക്കാൻ മാത്രമുള്ള വ്യക്തിത്വമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങൾ അവിടെ കിടക്കുന്നു. ലോകത്തോട് പറഞ്ഞു തരുന്നത് E=mc² അല്ല. അതിനെ അവമതിക്കാൻ പുതിയ ശാസ്ത്രകാരന്മാര് വന്നു. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെയുള്ള, അതുപോലെ തന്നെ താണുപിള്ളയെ പോലെയുള്ള ആളുകൾ E=mc² മാറ്റി എഴുതണമെന്ന് ആവശ്യപ്പെടുന്നു. ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ ബലം, അതിൽ ഒരുപാട് അപാകതകളുണ്ടെന്ന പുതിയ ശാസ്ത്രീയ കണ്ടെത്തലുകൾ നമ്മളോട് സയൻസ് ഡൈജസ്റ്റിലൂടെ സമ്മാനിക്കുന്നു. കാലത്തിന്റെ ഇപ്പുറത്ത് തിരുത്തി എഴുതപ്പെടുന്ന കേവലമായ ഇക്വേഷൻസുകളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത്. കാലത്തിന്റെ ഇന്നലകളിൽ എവിടെയോ യാദൃച്ഛികമായി സംഭവിച്ചുപോയ സംഭവ വികാസങ്ങളുടെ സൃഷ്ടിയല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കാലം കാത്തിരുന്ന് ലോകത്തോട് നൽകിയ നേതാവാണ്. ലോകത്തുള്ള എല്ലാവരെയും കുറിച്ച് പഠിച്ചു നോക്കൂ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സന്ധിയില്ലാത്ത നിലയിൽ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഗാന്ധിജിയെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടി വരില്ലായിരുന്നു. E=mc² കണ്ടുപിടിച്ചില്ലെങ്കിൽ ഐൻസ്റ്റൈനെ കുറിച്ച് വായിക്കേണ്ടി വരില്ലായിരുന്നു. ഗുരുത്വാകർഷണ ബലം കണ്ടെത്തിയില്ലെങ്കിൽ ന്യൂട്ടനെ കുറിച്ച് പഠിക്കേണ്ടതില്ലായിരുന്നു. അലക്സാണ്ടർ ഫ്ലെമിംഗ് ശാസ്ത്രീയ കണ്ടുപിടുത്തം നടത്തിയില്ലെങ്കിൽ അയാളെ കുറിച്ച് പഠിക്കേണ്ടതില്ലായിരുന്നു. വില്യം വേർഡ്സ്വർത്ത് കവിത എഴുതിയില്ലെങ്കിൽ ലോക ചരിത്രത്തിന് ആവശ്യമുണ്ടായിരുന്നില്ല. ഷേക്സ്പിയർ നാടകം എഴുതിയില്ലെങ്കിൽ ലോക ചരിത്രത്തിൽ പരാമർശിക്കപ്പെടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ചരിത്രത്തിന്റെ വെളിച്ചത്തിലേക്ക് ജനിച്ചു വീഴുകയാണ്. റബീഉൽ അവ്വൽ 12 പ്രഭാതത്തിൽ അവിടുന്ന് ഉദിച്ചുയരാൻ നേരം കാലത്തിന്റെ നാനാദിക്കിൽ നിന്നും അനവധി ആളുകൾ മദീനയിൽ വന്ന് കാത്തിരുന്നിട്ട് ചോദിക്കുന്നു, അവുലിദ ഫീകും മൗലൂദ്, അവുലിദ ഫീകും മൗലൂദ്. തിങ്കളാഴ്ചയുടെ കൊച്ചു വെളുപ്പാൻ കാലത്ത് മക്കായിലെ ഉക്കാല മാർക്കറ്റിന്റെ മൂലയിൽ നിന്നൊരു പാതിരി വിളിച്ചു ചോദിക്കുന്നു, ഇവിടെ എവിടെയെങ്കിലും ഒരു നവജാത ശിശുവിനെ കുറിച്ച് നിങ്ങൾക്കാർക്കെങ്കിലും വിവരമുണ്ടോ? ഇന്നിവിടെ എവിടെയെങ്കിലും ഒരു കുഞ്ഞ് പിറന്നിട്ടുണ്ടോ? ഇവിടെ എവിടെയെങ്കിലും ഒരു മാതാവ് കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടോ? അപ്പോഴാണ് ഒരു മുറവിളി തിരിച്ചു കേൾക്കുന്നു. അബ്ദുൽ മുത്തലിബ് എന്ന ഖുറൈശി പ്രമുഖന്റെ ഏറ്റവും ഇളയ മകനാകുന്ന അബ്ദുല്ലാഹിക്ക് രോമന പിറന്നിരിക്കുന്നു. ആമിനായുടെ മടിത്തട്ടിൽ ഒരു നവജാത ശിശു കിടക്കുന്നു എന്ന് പറയുമ്പോ പാതിരി നേരെ കണക്ക് കൂട്ടിയെടുത്ത സമയം കണക്കാക്കി അവിടേക്ക് ചെല്ലുന്നു. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ഇപ്പോൾ പിറന്ന കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുന്നതിന് മുമ്പ് പിറന്നു വീണ കുഞ്ഞിനെ എടുത്ത് മുതുകിലേക്ക് നോക്കുന്നു. നോക്കിയാൽ ബോധരഹിതനായി വീഴുന്നു. ഇബ്നു കസീർ അസ്സീറത്തുൻ നബവിയിൽ എഴുതുന്നു, നോക്കിയാൽ അപ്പോഴേ ബോധരഹിതനായി വീഴുന്നു. ചോദിച്ചു, എന്താ സംഭവം? ഉടനെ അയാള് പറയുന്നു, ഈ ഖദ് നസലത്തിൻ നുബുവത്തു മിൻ ബനി ഇസ്രായീൽ,
ഇസ്രയേലിലുണ്ടായിരുന്ന പ്രവാചകത്വത്തിന്റെ പദവീത അറബ് ലോകത്തെ ഖുറൈശി കുടുംബത്തിലേക്ക് വന്നിരിക്കുന്നു. ഹാദാഹുവൻ നബിയുൽ മൗഊദ്, ഇതാണ് വാഗ്ദത്ത പ്രവാചകൻ. ഒലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു والنور من وجناته يتوقد جبريل نادى في منصة حسنه هذا مليح الكون هذا أحمد. അള്ളാഹുവിന്റെ തിരുദൂതരായ ഇഷ്ടദാസരായ ലോകം മുഴുവനും കാതോർത്ത് കണ്ണുനട്ട് കാത്തിരിക്കുന്ന കാലത്തിന്റെ കാൽപ്പെരുമാറ്റങ്ങളോട്, ഹൃദയവികാരങ്ങളോട് കരുണ സ്പർശമേൽപ്പിക്കേണ്ട കാരുണ്യത്തിന്റെ ദൂതനാണ് ഈ പിറന്നു വീണിരിക്കുന്നത്. അതിന്റെ വൃത്താന്തങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാൻ ആകാശ ലോകത്ത് നിന്ന് മാലാഖമാരണഞ്ഞിരിക്കുന്നു. الروح والملأ الملائك حوله جبريل رواح بها غداء. സന്മാർഗത്തിന്റെ ദീപമായ ലോകത്തിന്റെ വെളിച്ചം പിറന്നു വീണ വിശുദ്ധമായ മക്കായിലെ അബ്ദുല്ലാഹിയുടെ പൊന്നോമന മോന്റെ അടുക്കലേക്ക് കാലമാണ് കടന്നു വരുന്നത്. ലോകത്തിന്റെ മുഴുവനും ചരിത്രമാണ് മാറ്റിയെഴുതപ്പെടാൻ പോകുന്നത്. കേവലം ഒരു ചരിത്രത്തിന്റെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഒരു സിദ്ധാന്തം കൊണ്ട് കടന്നു വരികയല്ല. അല്ലയോ മോനെ, എന്റെ സ്വപ്ന ദർശനങ്ങൾ സത്യമാണെങ്കിൽ നീ നാളെയുടെ പ്രവാചകനാണ്. കാലത്തിന്റെ നിയന്ത്രണ ചക്രം നിന്റെ കയ്യിലേക്കാണ് വരുന്നതെന്ന് ഓമന മോനോട് ലോകത്തിന്റെ ഗുരുവാണെന്ന് ആമിന റളിയല്ലാഹു അൻഹ പ്രഖ്യാപിക്കുമ്പോ ആ ലോകൈക ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ നിന്നെങ്കിലും ഒരിടവേളയിൽ കടന്നു വരികയല്ല. ചരിത്രത്തിന്റെ ദർശനയിലേക്ക് ജനിച്ചു വീഴുകയാണ്. ജനിച്ചു വീണ സമയം മുതൽ ചരിത്രം പിന്നിലാണ്. We can't see any hole or gap in the history of Prophet Muhammad sallallahu alaihi wasallam. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു ഭാഗം വിട്ടുപോയി എന്ന് പറയാൻ പറ്റില്ല എന്ന് ഫിലിപ്പ് കെ ഹിറ്റി എഴുതി വെക്കുമ്പോ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തൊട്ടിലിൽ കിടന്ന് ആടുമ്പോ ആളുകൾ ആലോചിക്കുകയാണ്. ഒരുപാട് അത്ഭുത വൃത്താന്തങ്ങൾ നിങ്ങൾ കേട്ട് പരിചയമുണ്ട്. പക്ഷേ ഒരാൾ ബനൂ സഅദ് ഗോത്രത്തിലെ മരുഭൂമിയിലുള്ള ബനൂ സഅദ് ഗോത്രത്തിലെ ഹലീമ ബീവിയുടെ വീട്ടിന്റെ ചാരത്ത് നിന്ന് ഒരാൾ മാനത്തേക്ക് നോക്കുകയാണ്. അമ്പിളി ആടിക്കളിക്കുന്നു. അയാൾ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ട് ബനൂ സഅദ് ഗോത്രത്തിലെ ഹലീമ ബീവിയുടെ വീട്ടിന്റെ മുകളിലാണ് അമ്പിളിയുടെ ചാഞ്ചാട്ടമെന്ന് കണ്ട് അടുത്തേക്ക് വന്ന കവാടത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നു, എന്തേ നിങ്ങളുടെ വീട്ടിന്റെ മേലെ ഈ മാനത്തുള്ള അമ്പിളി ചന്ദ്രൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്നതെന്ന് നോക്കുമ്പോ അവിടെ തൊട്ടിലിൽ കിടന്നുകൊണ്ട് ആടുന്നു സയ്യിദുൽ അബ്റാർ വഖായിദുൽ മുഹാജിരീന വൽ അൻസാർ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ടിലിൽ ആട്ടുമ്പോ നബിതങ്ങളുടെ ഖിലൗന ഹേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കളിപ്പാട്ടമായി അമ്പിളി കിടന്ന് ആടുകയാണ്. അതാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ചരിത്രത്തിന്റെ ദർശനിയിലേക്ക് പിറന്നു വീണ തിരുനബിതങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാഞ്ഞു പോയിട്ടില്ല. 6 വയസ്സുള്ള ഹലീമ ബീവിയുടെ 6 വയസ്സുള്ള മകൾ ഷൈമാ തൊട്ടിലിൽ കിടക്കുന്ന റസൂലുള്ളാഹിന്റെ തൊട്ടിലിന്റെ കയറ് പിടിച്ചിട്ട് താരാട്ടുപാട്ട് പാടിയപ്പോൾ അന്ന് വിളിച്ചു പറഞ്ഞത് ഇന്നത്തെ ഉമ്മമാര് പാടും പോലെ രാരാരി രാരാരി രാരിരാരോ കുഞ്ഞോനുറങ്ങിക്കോ രാരിരാരോ
എന്ന പാട്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബായി ലോകത്തോട് വെളിച്ചം കണ്ട തിരുനബിതങ്ങൾ എന്ന നവജാത ശിശുവിനെ തൊട്ടിലിൽ കിടത്തിയിട്ട് പാട്ടുപാടുമ്പോ 6 വയസ്സുള്ള ഷൈമാഇന്റെ മനസ്സിലേക്ക് വന്ന പാട്ട് യാ റബ്ബനാ അബ്ഖി യഖീമു ഹമ്മദാ ഹത്താ അറാഹു യാഫിഅൻ വഅംറദാ ഹാദാ അഖുല്ലി ലം തലിദുഹു ഉമ്മീ. 6 വയസ്സുള്ള പെണ്ണ് ആലോചിക്കുമ്പോ ഈ കിടക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കാൻ ആധ്യാത്മികമായ ഒരു വെളിച്ചം കിട്ടിയിട്ട് വിളിച്ചു പറയുന്നു, ഇത് സാധാരണ കുഞ്ഞല്ല. പിന്നെ ആരാണ്? അവിടുത്തെ കൗമാര യൗവനങ്ങൾ ലോകത്തിന് സാക്ഷിയാണ്. പ്രപഞ്ചത്തിന്റെ വിരോധികളും തമസിന്റെ കൂട്ടുകാരും വെളിച്ചത്തിന്റെ വിരോധികളും സത്യത്തിനെ തകർക്കാൻ ശ്രമിക്കുന്നവരും ഈ കുഞ്ഞോമനെ കശാപ്പ് ചെയ്യാൻ പിന്നിൽ കൂടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് 6 വയസ്സുള്ള ഒരു പെണ്ണ് അന്ന് പാട്ടുപാടാൻ കഴിഞ്ഞെങ്കിൽ അവിടെ കിടന്ന ശിശുവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആധുനിക ലോകത്തെ പുതിയ തലമുറകൾ വഴികെട്ട ജീവിതത്തിലേക്ക്, വഴിവിട്ട പ്രേമത്തിന്റെയും വഴിവിട്ട ധാർമ്മിക ജീവിതത്തിന്റെയും നീർച്ചുഴിയിൽ കിടന്നുകൊണ്ട് നെട്ടോട്ടമോടുമ്പോ നിങ്ങൾക്ക് തരാനുള്ള മരുന്നെന്താണ്? എവിടെയും പ്രശ്നമേ പറയാനുള്ളൂ, പ്രതിസന്ധിയെ ഉന്നയിക്കാനുള്ളൂ. പുതിയ തലമുറ കള്ളിന്റെ അഡിക്റ്റാണ്, കഞ്ചാവിന്റെ അഡിക്റ്റാണ്, സിനിമയുടെ അടിമയാണ്, വൃത്തികെട്ട ചിത്രങ്ങളുടെയും നീലപ്പടങ്ങളുടെയും പിന്നിലാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ പുതിയ യുവതലമുറ എവിടെയൊക്കെയോ അസ്തിത്വത്തെ നിരാകരിച്ചുകൊണ്ട് ജീവിക്കുമ്പോ അവരുടെ നടുവിലേക്ക് കൊടുക്കാനുള്ള പരിഹാരത്തിന്റെ പാനീയമേതാണ്? സമാധാനത്തിന്റെ പീയൂഷമേതാണ്? മഹബ്ബത്തു റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾക്ക് പ്രേമമുണ്ടായാൽ ലോകത്തിന്റെ എല്ലാ സമവാക്യങ്ങളെയും മാറ്റി എഴുതാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരാളെ ആർട്ടിക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇഷ്ടമുള്ള വഴിയിലേക്ക് ഒരാളെ കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ വഴി എന്താണ്? അയാളെ കാമുകനായി സ്വീകരിക്കുകയാണ്. പിതാവിനെക്കാളും മാതാവിനെക്കാളും ആത്മബന്ധുക്കളെക്കാളും സ്നേഹബന്ധങ്ങളെക്കാളും എല്ലാം വഴിപ്പെടാൻ പറ്റുന്ന ഒരു പ്രേമം അള്ളാന്റെ ഹബീബിനോടുണ്ടായാൽ പിന്നെ ആ നബിയുടെ കൽപ്പനകൾക്ക് വഴിപ്പെടുന്നതിൽ പരാതിയില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രേമിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചത് എന്തിനാണ്? ഇന്ന് പ്രേമിച്ച പെണ്ണ് പ്രേമിക്കപ്പെട്ട പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ 17 കൊല്ലം പോറ്റിയ മാതാവിനെ അവഗണിക്കുന്നു, അത്രയും കൊല്ലം വളർത്തിയ പിതാവിനെ അവഗണിക്കുന്നു, ജനിച്ച നാടിനെയും ചുറ്റുപാടിനെയും അവഗണിച്ചുകൊണ്ട് ഏതോ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ അവളെ നിയന്ത്രിക്കുന്ന വികാരമേതാണ്? അത് പ്രേമമാണ്. വിശുദ്ധിയില്ലെങ്കിലും അശുദ്ധമാണെങ്കിലും കാമമാണെങ്കിലും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ എവിടെയോ കുടുങ്ങിയ പ്രേമം കൊണ്ടാണ് ഈ ചെറുപ്പക്കാരിയായ പെണ്ണ് എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് അന്യന്റെ പിന്നാലെ പോകുന്നതെങ്കിൽ അതിന്റെ വിശുദ്ധമായ പ്രേമം നീ തിരുനബിക്ക് നൽകൂ, നിനക്ക് സുന്നത്തുകളെ പാലിക്കാൻ കഴിയും. നീ നബിതങ്ങളുടെ ഇസ്ലാമിനെ പുലർത്താൻ നിനക്ക് കഴിയും. അല്ലാതെ കേവലമായ സിദ്ധാന്തങ്ങൾ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കാൻ ഒരു മനുഷ്യൻ ബാധ്യത എവിടെയൊക്കെയാണോ ഉള്ളത് അതെല്ലാം സാധ്യമാണെങ്കിൽ നബിതങ്ങളെ മനസ്സിലിരിക്കണം. നബിതങ്ങൾ പാർലമെന്റിലെ നിയമങ്ങളിൽ എങ്ങനെ പെരുമാറണമെന്ന് തീരുമാനിക്കാനുള്ള അടിസ്ഥാന തീരുമാനം നബിതങ്ങളുടെ കയ്യിലാണ്. ഇറാൻ ആണവശക്തിയാകുമ്പോ അമേരിക്കക്ക് വഴിപ്പെട്ടുകൊണ്ട് ഇന്ത്യ ഒപ്പിടാൻ മടിക്കുമ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കൽപ്പന പഠിപ്പിച്ചു തരേണ്ട നബിതങ്ങൾ
ഇന്ത്യയുടെ തൊട്ടയലത്ത് കിടക്കുന്ന പാകിസ്ഥാൻ ആണവ ശക്തിയായപ്പോ ഇന്ത്യക്ക് പ്രശ്നമുണ്ടായില്ല. പ്രശ്നമുണ്ടാക്കണ്ടെന്ന് UN പറഞ്ഞു. തൊട്ടടുത്ത് കിടത്തി ഇടയ്ക്കൊക്കെ ഇണങ്ങുകയും ചെയ്ത ചൈന ആണവ ശക്തിയായപ്പോൾ ഇന്ത്യ എതിർത്തില്ല. ഇവിടെയെങ്ങും തൊട്ടുതൊടാൻ അടുത്തു കിടക്കാതെ ദൂരെ കിടക്കുന്ന ഇറാൻ എന്ന രാജ്യം ആണവ ശക്തിയായപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ പ്രതിഷേധത്തിന്റെ ഒപ്പിടാൻ ശ്രമിക്കുന്ന ഇന്ത്യയോട് അള്ളാന്റെ ഹബീബിനെ വിളിച്ചു പറയാനുള്ളതോ ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ ഇഅദിലൂ. അവിടെ മുതൽ ഇസ്ലാമിന്റെ സിദ്ധാന്തം തുടങ്ങുകയാണ്. അന്താരാഷ്ട്ര ആണവ കരാറിന്റെയും ആറ്റോമിക് എനർജിയുടെയും ഒപ്പിടുന്ന നേരത്തെ രാജ്യത്തിന്റെ വികാരങ്ങളെ പാലിക്കണമെന്ന് ഹുദൈബിയ സന്ധിയിലൂടെ നബി തങ്ങളെ പഠിപ്പിച്ചു തരുന്നു. അവിടെ മാത്രമല്ല ഇസ്ലാം, നമ്മുടെ സോഷ്യൽ ലൈഫിൽ ഇസ്ലാമുണ്ട്, വൈയക്തിക ജീവിതത്തിൽ ഇസ്ലാമുണ്ട്. എന്തിനേറെ അരമനയുടെ അകത്തളത്തിൽ പ്രിയപ്പെട്ട സഖിയോട് പെരുമാറുമ്പോ നീതി പുലർത്തണമെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം അന്താരാഷ്ട്ര ഉടമ്പടിയിൽ തിരുനബിതങ്ങളുടെ നയം സ്വീകരിക്കണം. ഇത് രണ്ടും ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ആണവ കരാറിൽ ഒപ്പിടുന്നതിനെതിരെ സമരം ചെയ്യാൻ ഇവിടെ നിയമമുണ്ട്. അതേ സമയത്ത് അരമനയിൽ കിടക്കുന്ന ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുത്തില്ലെങ്കിൽ അത് ചോദിച്ചു വാങ്ങാൻ ഒരു പാർലമെന്റിന്റെയും മുമ്പിൽ സമരം ചെയ്യാൻ പറ്റൂല. ഒരു സെക്രട്ടേറിയറ്റിന്റെയും മുമ്പിൽ പിക്കറ്റിംഗ് നടത്താൻ പറ്റൂല. അതുകൊണ്ട് നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട നീതി നിന്നോട് പഠിപ്പിച്ചു തരാനുള്ള മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതിമയായി പട്ടണത്തിലിരുന്നാൽ പോരാ, ചിത്രമായി പുസ്തകത്തിലുണ്ടായാൽ പോരാ. എവിടെയാണ് ഉണ്ടാകേണ്ടത്? നിന്റെ ഖൽബിലുണ്ടാകണം. ഹുബ്ബുൻ നബി വമദുഹു ഖൈറുൽ അമൽ ഫഅസൽ ഇലാഹു ബി യുബല്ലിഗുൽ അമൽ وله بنيل شفاعة طه كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما. അള്ളാന്റെ ഹബീബിനോടുള്ള പ്രേമമാണ് നിങ്ങളുടെ കർമ്മങ്ങളിൽ ഏറ്റവും മഹത്തരമായ കർമ്മമെന്ന് പഠിപ്പിക്കുമ്പോ അതാ മദീനായുടെ മണൽപ്പരപ്പിൽ നിന്ന് മാലോകരുടെ മടിത്തട്ടിലേക്കും ഹൃദയത്തിന്റെ ധമനിയിലേക്കും പുതിയ സന്ദേശങ്ങൾ കൈമാറിയ മഹദിയാണ് സയ്യിദത്തുനാ ഉമ്മു റൂമാ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ. അറിയുമോ? ഉമ്മു അമ്മാറയുടെ പൊന്നുമോനാണ് ഹബീബ് ബിൻ സയ്യിദ് എന്ന് പറയുന്ന ഉമ്മു അമ്മാറയുടെ പൊന്നുമോൻ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ കൗമാരപ്രായം പിന്നിട്ട മോനാണ്. യൗവനത്തിന്റെ ആദ്യദശയിൽ ഇസ്ലാമിന്റെ വിരോധിയും നബിതങ്ങളുടെ വിരോധിയുമായ കള്ളപ്രവാചകൻ മുസൈലിമത്തുൽ കദ്ദാബ് ഹദീഖത്തുർ റഹ്മാൻ എന്ന് പറയുന്ന വലിയ കോട്ട നിർമ്മിച്ചിട്ട് അകത്തിരിക്കുമ്പോ അവിടേക്ക് കടന്നു ചെല്ലുന്നു സയ്യിദുനാ ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. ഹബീബ് ബിൻ സയ്യിദിനോട് ചോദിച്ചു, അല്ല ഹബീബ് ബിൻ സയ്യിദേ, നിനക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഹബീബേ? ഹബീബിന്റെ മറുപടിയാണ് മുഹമ്മദുൻ റസൂലുള്ളാഹ് അഫ്ളലു ഖൽഖില്ലാഹ് അജല്ലു ഖൽഖില്ലാഹ് അക്മലു ഖൽഖില്ലാഹ് വഅസ്സു ഖൽഖില്ലാഹ് ഇൻദല്ലാഹ് റസൂലുള്ളാഹ്. ഇത്രയും അങ്ങ് പറഞ്ഞു കഴിയുമ്പോ അപ്പോൾ ഹബീബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മുസൈലിമത്തുൽ കദ്ദാബിന്റെ കോട്ടയിലേക്ക് ചെല്ലുമ്പോ ഇസ്ലാമിന്റെ വിരോധിയുടെ ചോദ്യമാണ്, എടാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്
നിന്റെ അഭിപ്രായം എന്താണ്? ഉടനെ അവിടുന്ന് പറയുന്നു, ലോകത്തിന്റെ ഗുരുവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ ഗുരുവാണ്. അതിന്റെ അപ്പുറത്തേക്കൊരു മഹോന്നതരായ സൃഷ്ടിയില്ല, അതിന്റെ അപ്പുറത്തേക്ക് ഉന്നയിക്കപ്പെടാൻ ആരുമില്ല. അള്ളാഹുവിന്റെ താഴെയുള്ള പദവി റസൂലുള്ളാഹിന്റെ പദവിയാണ്. അപ്പോൾ ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അവിടുന്ന് ഇടറിയില്ല. ഇസ്ലാമിന്റെ വിരോധിയായ കള്ളപ്രവാചകന്റെ കോട്ടകൊത്തളത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് പ്രൗഢഗംഭീരമായി പ്രഖ്യാപിച്ചു, അഫ്ളലുൽ ഖൽഖി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ അവിടുന്ന് വെട്ടിമാറ്റിക്കളയുന്നു. എന്നിട്ട് ചോദിച്ചു, എടാ, എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നീ കള്ളനാണ്, കള്ളപ്രവാചകനാണ്, എന്റെ നബിക്കെതിരെ തിരിയാൻ വന്ന ആളാണ്, നിന്നെ ഞാൻ അംഗീകരിക്കുന്നില്ല. ഒരവയവം വിച്ഛേദിക്കപ്പെട്ടു, അപ്പോഴും ആദർശത്തിന് മാറ്റമില്ല. രണ്ടാമത്തെ അവയവം വിച്ഛേദിക്കപ്പെട്ടു. രണ്ടാമത്തെ ചോദ്യം, എടാ, നിന്റെ കൈ വെട്ടിക്കളഞ്ഞല്ലോ, ഇനി നിനക്കെന്താ പറയാനുള്ളത്? അപ്പോഴും ഹബീബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയാണ്, ജാൻ ദേ ദോ ദേ ദീദാർ പർ ലുത്ഫ് ഉൻകാ ഹോ ഹി ജായേഗാ. എന്റെ ജീവൻ ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു. ആർക്ക് വേണ്ടിയാണ്? ലോകൈക ഗുരുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നബി തങ്ങളെ കുറിച്ച് നീ ചോദിച്ചാൽ അവിടുന്ന് സത്യപ്രവാചകരാണ്, സത്യസന്ധരാണ്, ലോകത്തിന്റെ നീതിമാനായ നേതാവാണ്. അപ്പോഴാണ് രണ്ടാമത് വീണ്ടും ചോദ്യം, എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? അങ്ങനെ ഓരോ തവണ ചോദിച്ച് ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഓരോ അവയവങ്ങളും അവിടുന്ന് വെട്ടിമാറ്റി നുറുക്കി മാറ്റിയിടുന്നു. ഇടറിയില്ല, പതറിയില്ല, പതറാത്ത പാദത്തോടെ, ഇടറാത്ത ഇടനെഞ്ചോടെ, ഇളകാത്ത ഈമാനോടെ, മാറാത്ത മനക്കരുത്തോടെ അവിടെ നിന്നുകൊണ്ട് മഹാനവറുകൾ അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുമ്പോ അവസാനം എല്ലാ അവയവങ്ങളും മുറിച്ചു മാറ്റപ്പെട്ട് ഷഹീദായി നിലത്തു വീഴുമ്പോൾ അതറിഞ്ഞ ഒരാൾ ചെന്ന് ഉമ്മ അമ്മാറയോട് പറയുന്നു, അല്ലയോ ഉമ്മ അമ്മാറ, നിന്റെ മകനെ മുസൈലിമത്തുൽ കദ്ദാബ് കൊന്നുകളഞ്ഞതെങ്ങനെയാണെന്നറിയുമോ? തുണ്ടം തുണ്ടമായി നിന്റെ പൊന്നുമോന്റെ ഭാഗങ്ങൾ അരിഞ്ഞു മാറ്റിയിട്ട് അവനവിടുന്ന് ഷഹീദാണ്. ഉമ്മ അമ്മാറ കരഞ്ഞില്ല. അള്ളാന്റെ ഹബീബിന് വേണ്ടി വാദിക്കാതെ തടി സലാമത്താക്കി വരാമായിരുന്നല്ലോ എന്നൊന്ന് സാങ്കല്പിക വർത്തമാനം പോലും ഉമ്മ അമ്മാറ പറയാതെ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, എന്റെ പൊന്നുമോനെ പോറ്റി വളർത്തിയത് ഇതുപോലെ നിലപാട് സ്വീകരിക്കാനാണ്. റളിയല്ലാഹു അൻക യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, നിനക്ക് അല്ലാഹുവിന്റെ പ്രീതിയുടെ ആശംസകൾ നേർന്നുകൊണ്ട് ഉമ്മ അമ്മാറ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോ ആ നിലപാടിന് പ്രചോദനമായത് എന്താണ്? അരിമമോൻ അരിഞ്ഞു തള്ളപ്പെട്ടപ്പോഴും അവിടുന്ന് ഇളകാത്ത ഈമാനോടെ നിൽക്കാൻ 6-ാം നൂറ്റാണ്ടിലെ ഒരു മാതാവിനെ പാകപ്പെടുത്തിയത് കമ്മ്യൂണിസം പോലെ ഒരു സിദ്ധാന്തമായിരുന്നില്ല, ആഗോളവൽക്കരണം പോലെ ഒരു പഞ്ചസാര വർത്തമാനമായിരുന്നില്ല, E = MC² പോലെ ഒരു സിദ്ധാന്തമായിരുന്നില്ല.
മറിച്ചോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത അനുരാഗത്തിന്റെ അലമാലകള് ഉമ്മ അമ്മാറയുടെ അകത്തളത്തിലേക്ക് വന്നപ്പോ അവിടെ മാറിയില്ല. ഉഹദിന്റെ രണഭൂമിയിൽ കിടന്ന് ശത്രുപാളയത്തോട് മല്ലടിക്കുമ്പോ ആരോ ഒരാള് പറഞ്ഞു പരത്തി നബി തങ്ങൾ വധിക്കപ്പെട്ടു എന്ന്. ആ വാർത്ത കേട്ടുകൊണ്ട് ആളുകൾ നെട്ടോട്ടമോടുമ്പോ അള്ളാന്റെ ഹബീബിന്റെ അടുക്കൽ വന്ന് സംരക്ഷണം കൊടുക്കാൻ ഉമ്മ അമ്മാറ നിൽക്കുന്നു. അള്ളാന്റെ ഹബീബ് പറയുകയാണ്, ഉഹദിന്റെ ദിനത്തിൽ ഞാൻ വലത്തോട്ട് തിരിഞ്ഞപ്പോഴും ഇടത്തോട്ട് മറിഞ്ഞപ്പോഴും എങ്ങോട്ട് നോക്കുമ്പോഴും എനിക്ക് കാണാൻ കഴിയുന്നത് ആരെയാണെന്നറിയുമോ? ഉമ്മമാരെയാണ് എന്ന് പറയുമാറ് ജീവൻ പണയം വെക്കുന്നു. ഉമ്മമാറ സ്വന്തം മോനെ മാറ്റിവെച്ച് ആദർശമേറ്റെടുക്കാൻ 6-ാം നൂറ്റാണ്ടിലെ ഒരു മാതാവിനെ പാകപ്പെടുത്തിയത് റസൂലുള്ളാഹിനോടുള്ള പ്രേമമാണ്. എന്റെ ബാപ്പാന്റെ തലയെടുത്തു കൊണ്ടുവരാൻ അവിടുത്തെ അനുയായികൾ ആരോടെങ്കിലും ഓർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ടോ നബിയെ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂൽ മുനാഫിഖീങ്ങളുടെ നേതാവിന്റെ മകന്റെ ചോദ്യമാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല, ഒരാളോട് ഞാൻ ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ടില്ല. എന്താണ്, അതിൽ വല്ല പ്രതിഷേധവും അറിയിക്കാനാണോ വന്നത്? അല്ലയോ പ്രിയപ്പെട്ട അബ്ദുള്ള, എന്റെ പ്രഖ്യാപനത്തെ മാറ്റിവെക്കാൻ വേണ്ടി പറയാനാണോ വന്നത്? ഉടനെ അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയെ അല്ല, നബി തങ്ങളെങ്ങാനും ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ആ ഓർഡർ പിൻവലിക്കാനല്ല, എന്റെ വാപ്പയുടെ കബന്ധത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതല്ല. പിന്നെ എന്തിനാണ് നബിയെ? എന്റെ വാപ്പാന്റെ തല തങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മറ്റൊരാളെയും വിളിക്കണ്ട, ആ സമയത്ത് എന്നെ വിളിച്ചെന്ന് പറഞ്ഞാൽ മതി. യാ റസൂലല്ലാഹ്, എന്നെ വിളിച്ചിട്ട് പറഞ്ഞാ മതി, നിന്റെ വാപ്പ അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂലിന്റെ തല ഇവിടെ വേണം, ഞാൻ അടുത്ത സെക്കൻഡിൽ ഇവിടെ എത്തിച്ചു തരാം. അതേ സമയത്ത് മറ്റൊരാളോട് ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ട് അതിന്റെ ഇടയിലെങ്ങാനും അയാൾ പോയി എന്റെ വാപ്പാന്റെ തലയും കൊണ്ടുവരുമ്പോ എന്തെങ്കിലും ഒരു താൽക്കാലികമായ വികാരത്തിന്റെ പേരിൽ ആ സ്വഹാബിയോട് എനിക്ക് വിദ്വേഷം വന്നു പോയാൽ അതെനിക്ക് സഹിക്കാൻ കഴിയൂല. യാ റസൂലല്ലാഹ്, അതുകൊണ്ടാണ് തങ്ങളെ ഞാൻ പറയുന്നത്, എനിക്കവിടുന്ന് തങ്ങൾക്ക് എപ്പോഴെങ്കിലും എൻ്റെ വാപ്പാന്റെ തല ആവശ്യമുണ്ടെങ്കിൽ മറ്റൊരാളോടും പറയേണ്ടതില്ല. ഇത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, മോനെ, നിന്റെ വാപ്പയുടെ തല ഇസ്ലാമിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാപ്പയും മകനും തമ്മിൽ കശാപ്പുണ്ടാക്കാൻ വേണ്ടി വന്ന മതമാണെന്ന് പറയും. വാപ്പയ്ക്ക് വാപ്പയുടെ മഹത്വമുണ്ട്, ആദർശത്തിന്റെ മഹത്വമുണ്ട്. അതുകൊണ്ട് എല്ലായ്പ്പോഴും നീ ആദർശം പറഞ്ഞ് വാപ്പയുടെ മേലെ കയറാൻ പാടില്ല. വാപ്പ ഒരുപക്ഷേ നിന്റെ ആദർശത്തോട് വിയോജിപ്പ് കാണിച്ചാലും വാപ്പയുടെ സ്ഥാനത്തു തന്നെയാണ്, അത് മാറ്റിവെക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ മതത്തിന് വിരുദ്ധമായി വല്ലതും മാതാവോ പിതാവോ കൽപ്പിച്ചാൽ അതനുസരിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇത് മാത്രമാണ് പറയാനുള്ളതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂലിനോട് പറയുന്നു. അപ്പോൾ ആ വാപ്പയെ മാറ്റിവെച്ചുകൊണ്ട് ഇസ്ലാമിക ആദർശത്തിന് പ്രാമുഖ്യം കൊടുക്കാൻ അബ്ദുല്ലാഹി എന്ന സ്വഹാബിയെ പാകപ്പെടുത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അദമ്യമായ പ്രേമമാണ്. ആ പ്രേമത്തിന്റെ ശീലുകൾക്ക് മനുഷ്യനെ അടിമപ്പെടുത്താൻ കഴിയൂ. അതുകൊണ്ടാണ് ബൂസീരി ഇമാം തങ്ങൾ പറഞ്ഞു, യാ ലായിമി ഫിൽ ഹവൽ ഉദ്രി മഅ്ദിറതൻ
മിന്നി ഇലൈക വലോ അൻസഫത ലം തലുമീ. ആരെങ്കിലും എന്തുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എന്തേ നീ അങ്ങനെ അതുവഴി നടക്കുന്നു, എന്തേ നീ ഇങ്ങനെ ഇതുവഴി പോകുന്നു, പാതിരാവിന്റെ പഴുതിൽ പ്രകീർത്തന മാല്യങ്ങളുമായി മൗലിദോതുന്നു, റബീഉൽ അവ്വൽ മാസം വരുമ്പോ നീ പ്രകീർത്തനത്തിന്റെ മാല ചൊല്ലുന്നു എന്നെല്ലാം ആരെങ്കിലും ചോദിച്ചാൽ അവരോട് പറയാനുള്ള മറുപടി യാ ലായിമീ ഫിൽ ഹവാ. അനുരാഗത്തിന്റെ പേരിൽ ആക്ഷേപം നടത്തിയാൽ പ്രേമിക്കുന്നവൻ മാറൂല. അതുകൊണ്ട് പച്ചപ്പരിഷ്കാരത്തിന്റെ നടുവിൽ കിടന്നുകൊണ്ട് ആളുകൾ അസ്തിത്വം മറന്നോടുമ്പോ അവരോട് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വലിയ മുദ്രാവാക്യം എന്താണ്? അല്ലിമൂ ഔലാദക്കും മഹബ്ബത റസൂലില്ലാഹ്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് റസൂലുള്ളാഹിനോടുള്ള പ്രേമമാണ്. ആ പ്രേമമെന്ന് പറഞ്ഞാൽ പേരു പറയാൻ പറ്റുന്ന വികാരമല്ല, നിയമത്തിന്റെ വേലിക്കെട്ടല്ല, പ്രേമത്തിന്റെ വേലിക്കെട്ട്. നിയമത്തിന്റെ വരയല്ല, പ്രേമത്തിന്റെ വര. സ്വഹാബികളോട് ചോദിക്കുക, പ്രേമത്തിന്റെ വര എവിടെയാണ്, നിയമത്തിന്റെ വര എവിടെയാണ്? നിയമത്തിന്റെ വരക്കപ്പുറമാണ് പ്രേമത്തിന്റെ വര. സന്ധ്യാസമയത്ത് നിന്നുകൊണ്ട് കാമുകിയുടെ നാട്ടിലേക്ക് നോക്കി കവിതയാലപിക്കുന്ന കവിയുടെ പ്രേമമാണ്, നിയമമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കുന്ന വഴിയിലൂടെ നടക്കുമ്പോൾ അവിടുന്ന് വുളൂ ചെയ്ത സ്ഥലങ്ങളിൽ മുഴുവനും ഇറങ്ങിയിട്ട് വുളൂ ചെയ്യുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പഠിപ്പിച്ചു വരുന്നത് നിയമമല്ല, പ്രേമമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ജീവിച്ചത് പ്രേമത്തിന്റെ പ്രപഞ്ചത്തിലാണ്. ഇന്നും ഇവിടെ ജീവിക്കുന്നത് അനുരാഗത്തോടെയാണ്, കേവലമായ നിയമത്തിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളെ മുഴുവനും പാകപ്പെടുത്തിയത് അവിടെയാണ്. അതിന്റെ ലളിതമായ ഉദാഹരണമാണ് പരിശുദ്ധമായ മക്കയിൽ നിന്ന് ഹറമിന്റെ അതിർത്തിയിൽ തൻഈം പള്ളിയുടെയും അതിന്റെ ഇടത് സൈഡിൽ ഉണ്ടായിരുന്ന മലയുടെയും നടുവിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ സയ്യിദ് ഇബ്നു ദസന്ന റളിയല്ലാഹു അൻഹുവിനെ കഴുകുമരത്തിലേക്ക് കയറ്റാൻ വേണ്ടി തൂക്കുമരത്തിന്റെ കയറ് വന്ന് കഴുത്തിനോടടുത്ത് നിൽക്കുമ്പോ സയ്യിദ് ഇബ്നു ദസന്നയോട് ചോദിക്കുന്നു, നിന്റെ മതത്തിൽ നിന്ന് മാറാൻ നീ തയ്യാറാണോ? മഹാനവറുകൾ പറഞ്ഞു, ഇല്ല, എനിക്ക് സമ്മതമല്ല. അള്ളാഹുവിന്റെ ആദർശത്തിൽ നിന്ന് മാറാൻ എനിക്ക് പറ്റൂല. ബഹുമാനപ്പെട്ടവരെ വിളിച്ചു പറഞ്ഞപ്പോ രണ്ടാമത്തെ ചോദ്യമാണ്, നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നെങ്കിൽ എന്നൊന്ന് പറയാമോ എന്ന് വിളിച്ചു പറയുമ്പോ സയ്യിദ് ഇബ്നു ദസന്ന തങ്ങൾക്ക് വേണമെങ്കിൽ ആ വർത്തമാനമെന്ന് പറഞ്ഞാൽ കഴുകുമരത്തിൽ നിന്ന് തലയൂരിയിട്ട് മദീനയിലേക്ക് ചെല്ലാം. മദീനയിൽ ചെന്ന് നബി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ നബിയെ, എന്നെ തൂക്കുമരത്തിൽ ഏറ്റാൻ വേണ്ടി വിളിക്കുമ്പോ എന്റെ സ്ഥാനത്ത് തങ്ങളായിരുന്നെങ്കിൽ എന്നൊന്ന് പറയാൻ എന്നോട് ആവശ്യപ്പെട്ടു. എന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞു നബിയേ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് എതിർക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിമർശനം രേഖപ്പെടുത്തൂല. ഇസ്ലാമിന്റെ നിയമത്തിന്റെ ചുറ്റുവട്ടത്തിൽ അത് പറ്റില്ലെന്ന് പറയില്ല. പക്ഷേ ബഹുമാനപ്പെട്ടവരവിടുന്ന് പറയാൻ തയ്യാറാകാഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രേമമാണ്. ആ പ്രേമത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് സയ്യിദ് ഇബ്നു ദസന്ന തങ്ങൾ പറഞ്ഞു, എന്നെ ഇഞ്ചിഞ്ചായി നുറുക്കി മാറ്റിയാലും എനിക്ക് പരാതിയില്ല. ഞാൻ എൻ്റെ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ എന്റെ ഹബീബായ നബിയുടെ കാലിൽ ഒരു കാട്ടാരമുള്ള കൊള്ളുന്നത് പോലും എനിക്ക് സമ്മതിക്കാനോ സങ്കൽപ്പിക്കാനോ പറ്റില്ല.
എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ സയ്യിദ് ഇബ്നു ദസന്ന റളിയല്ലാഹു അൻഹു ഷഹാദത്ത് ഏറ്റുവാങ്ങിയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തുള്ള എല്ലാ വിജയത്തിൻ്റെയും കവാടമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രേമമാണ് ആധുനിക യുഗത്തിൻ്റെ ഹൃദയത്തിലേക്ക് നമുക്ക് കൊടുക്കാനുള്ളത്. അല്ലാതെ കേവലമായ സിദ്ധാന്തങ്ങൾക്ക് വിപ്ലവമുണ്ടാക്കാൻ കഴിയില്ല. മുൻഗാമികളെ മുഴുവനും അവരുടെ കാലഘട്ടങ്ങളെ മുഴുവനും നിയന്ത്രിച്ചത് ബിമഹബ്ബതിഹിം ലിറസൂലില്ലാഹ്. 4 ഖുലഫാഇന്റെയും വിജയം റസൂലുള്ളാഹിനോടുള്ള പ്രേമമാണ്. 4 ഇമാമിങ്ങളുടെയും വിജയം അവിടുത്തെയോടുള്ള പ്രേമമാണ്. പിന്നീട് വന്ന ഓരോ മഹാന്മാരും അവരവരുടെ സാന്നിധ്യങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ അറിയിക്കുന്നത് റസൂലുള്ളാഹിനോടുള്ള പ്രേമമാണ്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രേമം കൊണ്ട് മാത്രമാണ് 4 ഖലീഫമാർക്കും ഇവിടെ വിജയം വരിക്കാൻ കഴിഞ്ഞത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് ആവശ്യമായ നിലപാടെടുക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മാറ്റിവെക്കാൻ കഴിഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള പ്രേമമാണ്. നിങ്ങൾ അറിയുമോ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരുപക്ഷേ ഒരു നയപരമായ സമീപനത്തിലേക്ക് കടന്നു വന്നപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സകാത്ത് നിഷേധികൾക്കെതിരെ സമരത്തിനിറങ്ങിയപ്പോഴോ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അവിടുന്ന് അള്ളാന്റെ ഹബീബിന്റെ കയ്യിലേക്ക് സക്കാത്ത് കൊടുക്കുമ്പോ സക്കാത്തിന്റെ മൃഗത്തിന്റെ കയറടക്കം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിനു വേണ്ടി പോലും നിലകൊള്ളാനും സമരം ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്ന് സന്ധിക്ക് ആവശ്യപ്പെടുമ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി എന്താണ്? അജബ്ബാറും ഫിൽ ജാഹിലിയ്യതി വഖവാറും ഫിൽ ഇസ്ലാം. അല്ലയോ ഉമറേ, ജാഹിലിയ കാലഘട്ടത്തിൽ ഗജഗോപോക്കിരിയെ പോലെ കവലച്ചട്ടമ്പിയെ പോലെ അറബ് രാജ്യത്തെ ഞെട്ടിവിറപ്പിച്ചിട്ട് ഇസ്ലാമിലേക്ക് വന്നപ്പോ നീ എവിടുന്ന് ഭീരുവാവുകയാണോ ഉമറേ എന്ന് ചോദിക്കാനുള്ള സന്ദർഭോചിതമായ നിലപാടുകൾ 12ഓളം നിലപാടുകൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 3 കൊല്ലത്തിന്റെ ഇടയിൽ എടുക്കാനുള്ള കാരണം എന്താണ്? റസൂലുള്ളാഹിനോടുള്ള പ്രേമമാണ്. നിയമത്തിനോടുള്ള കാർക്കശ്യം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്കാണുള്ളത്. നിയമത്തോടുള്ള കർക്കശമായ സ്വഭാവം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണുള്ളത്. പക്ഷേ നിയമത്തോടുള്ള കാർക്കശ്യമല്ല. ഉസാമ റളിയല്ലാഹു തആല അൻഹുവിന്റെ സൈന്യത്തെ റോമിലേക്ക് അയക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമാക്കിയതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശുപാർശ അല്ലയോ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ, അള്ളാന്റെ റസൂൽ ജീവിച്ചിരിക്കുമ്പോ ഈ ചെറുപ്പക്കാരനെ മിലിറ്ററിയുടെ ലീഡറാക്കിയിട്ടുണ്ടെങ്കിലും ഇന്നത് തുടരാൻ പറ്റുമോ? അതിനേക്കാൾ പ്രായവും പക്വതയുമുള്ള മറ്റൊരാളെ ആക്കാമല്ലോ. അപ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അവിടുന്ന് നിയമത്തിന്റെയും സാങ്കത്യങ്ങളല്ല നോക്കുന്നത്. അല്ലെങ്കിലോ പ്രായോഗികമായ വിഷയത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അഭിപ്രായത്തെക്കാൾ അള്ളാന്റെ റസൂലിന്റെ കൽപ്പനയോടുള്ള പ്രേമമാണ്. അല്ലയോ ഉമറേ, എന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഈർക്കിൽ കൊടിയെടുത്ത് എന്റെ കയ്യിൽ തന്നിട്ട് ഇതിനെയാണ് മിലിറ്ററി ലീഡറാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മാറിപ്പോകാൻ എനിക്ക് കഴിയൂല. അതുകൊണ്ട് ഉസാമ സൈന്യത്തിന്റെ നേതാവാണ്. ആ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ വാഹനപ്പുറത്ത് കയറ്റിയിരുത്തിയിട്ട് താഴെ കൂടെ നടക്കുകയാണ് ഖലീഫത്തു റസൂലില്ലാഹ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രേമമാണ് ആദ്യത്തെ 3 കൊല്ലത്തെ ജീവിതത്തിൽ ഇസ്ലാമിക ഖിലാഫത്തിന് പ്രാമുഖ്യം നൽകിയതെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ നബി തങ്ങൾ സ്വപ്നം കാണുകയാണ്. അതാ കടന്നു വരുന്ന ആളുകൾ 2 പേരെ ഞാൻ സ്വപ്നത്തിൽ കാണുന്നു.
ഒരാളുടെ നിയന്ത്രണത്തിൽ ഒരു സമീപനം ഞാൻ കാണുന്നു. ഗഫറല്ലാഹു ലഹു. പിന്നീട് വരുന്ന ഒരാളോ അദ്ദേഹം അവിടുന്ന് കോരിക്കൊടുക്കുന്നു. ജലാശയത്തിൽ നിന്ന് കോരിക്കൊടുക്കാൻ ആളുകൾ വരുമ്പോ ഒരാൾ കോരിക്കൊടുക്കുന്ന ബക്കറ്റിന് അധികം നീളമില്ല. രണ്ടാമത്തെ ആള് വന്ന് വെള്ളം കോരുമ്പോ അത് കോരിയിട്ട് ലോകത്തിന് മുഴുവനും നൽകുന്നു. ഫമാദാ അവൽത യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ ഹബീബേ, തങ്ങൾ എന്താണ് ഇതിന് വിശദീകരണം പറയുന്നത്? ഒന്നാമത്തത് സിദ്ദീഖുൽ അക്ബറാണ്, രണ്ടാമത്തത് ഉമർ ഇബ്നുൽ ഖത്താബാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് കർക്കശമായ സമീപനത്തോടെ കിസ്റയെയും കൈസറിനെയും റോമിനെയും സാമ്രാജ്യത്വ ശക്തികളെ മുഴുവനും ഇസ്ലാമിന്റെ വരുതിയിലേക്ക് കൊണ്ടുവരുന്നു. ഈ വ്യത്യാസം നബി തങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ ഒന്നാമത്തെ ഖലീഫയുടെ ജീവിതത്തിന്റെ മുഴുവനും, ജീവിത വിജയത്തിന്റെ മുഴുവനും രഹസ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധമാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ മറ്റൊരാൾക്കും കാണാത്ത യോജിപ്പുകളാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളും നബി തങ്ങളും തമ്മിൽ കാണുന്നത്. രണ്ടുപേരും വഫാത്താകുന്നത് 63-ാമത്തെ വയസ്സിലാണ്. എന്തേ ഈ 63 വയസ്സിനുള്ള പ്രത്യേകത? മഹാന്മാര് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സിന്റെ പ്രത്യേകത ഒരുപാട് മഹത്വങ്ങളുണ്ട്. ലംറുക ഫീ സക്റതിഹിം യഅമഹൂൻ. ഒരാൾ ദിവസേന 63 സ്വലാത്ത് എന്തെങ്കിലും ഒരു ലക്ഷ്യം നിലനിർത്തിക്കൊണ്ട് ചൊല്ലിയാൽ അതുകൊണ്ട് അയാൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് മഹാന്മാര് പറയുകയും അത് ലഭിച്ചിട്ടുള്ളതായി ബഹുമാനപ്പെട്ട സ്വലാത്തിന്റെ രചന നടത്തിയ പണ്ഡിതന്മാർ വ്യാഖ്യാനങ്ങളിൽ എഴുതി വെക്കുകയും ചെയ്യുന്നു. 63 സ്വലാത്ത് നീ ഏതെങ്കിലും ഒരു സ്വീഹ, ഏതെങ്കിലും ഒരു സ്വലാത്ത് ദിവസേന 63 ചൊല്ലിയിട്ട് നിന്റെ ലക്ഷ്യം സാധൂകരിക്കണമെന്ന് പറഞ്ഞാൽ അല്ലാഹു തആല സത്യം ചെയ്ത വയസ്സിന്റെ എണ്ണമാണ്. അതുകൊണ്ട് അതിന് എഫക്റ്റ് ഉണ്ടാകുമെന്ന് മഹാന്മാർ അവിടുന്ന് എഴുതി വെക്കുന്നു. ആ 63-ാമത്തെ വയസ്സിലാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളും വഫാത്താകുന്നത്. രണ്ടുപേരും വഫാത്താകുന്നത് മദീനയിലാണ്. രണ്ടുപേരും കിടക്കുന്നത് ഒരേ സ്ഥലത്താണ്, മദീനയിലെ ഒരേ ഖബർസ്ഥാനിലാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കിടക്കുന്നത്, രണ്ടുപേരും മരണപ്പെടുന്നത്, വഫാത്താകുന്നത് അവിടുന്ന് തിങ്കളാഴ്ച രാത്രിയാണ്, അഥവാ തിങ്കളാഴ്ച രാവിലാണ്. രണ്ടുപേരുടെയും ജനാസ കൈകാര്യം ചെയ്യുന്നത് ഒരേ കൈകളാണ്. രണ്ടുപേരുടെയും ജനാസ ഖബറിലേക്ക് ഇറക്കുന്നതോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുമാണ്. രണ്ടുപേരുടെയും ജനാസ ഖബറടക്കുന്നത് റംലി ഇമാം തങ്ങൾ നിഹായിൽ എഴുതുന്നു, രാത്രിയാണ്. രണ്ടുപേരും അവസാന സമയം ഷഹാദത്തിന്റെ പദവിയുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജൂത പെണ്ണ് കൊടുത്ത വിഷഭക്ഷണത്തിന്റെ വിഷം എഫക്ട് ചെയ്തിട്ട് അവസാനം ഷഹീദാണ്, ഉഖറവിയായ ഷഹീദാണ്. അതുപോലെ അവിടുന്ന് സൗറ് ഗുഹയുടെ ഉള്ളിലിരിക്കുമ്പോ വിഷപ്പാമ്പ് കുത്തിയതിന്റെ വിഷം അവസാനം സ്വാധീനിച്ചിട്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളും അവിടുന്ന് ഉഖറവിയായ ഷഹീദാണ്. അതാ ഇമാമുകൾ എഴുതുന്നു. മിർഖാത്തിൽ അതാ മുല്ലാ അലിയുൽ ഖാരി വിശദീകരിക്കുന്നു. അതുപോലെ പല ഇമാമുകളും എഴുതുന്നു, രണ്ടുപേരും ഉഖറവിയായ ശുഹദാക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടുചാരത്ത് അസ്ദിഖു ഫിൽ ഗാരി വ സിദ്ദീഖു ലം യരിമാ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ അരിമി
സിദ്ദീഖായ നബിയുടെ കൂട്ടുകാരനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ലോകോത്തരമായ പദവി കിട്ടിയത് അല്ലാഹുവിന്റെ ഹബീബിൽ നിന്നാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആജ്ഞകൾക്കനുസരിച്ച് ജീവിക്കാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് 100% കഴിയുന്നത് അവിടുത്തെയോടുള്ള പ്രേമമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ പ്രേമിച്ചോ സല്ലല്ലാഹു അലൈഹി വസല്ലം.